moving on to the interactions of electromagnetic radiation with matter. We have already learned that the interaction of electromagnetic radiation with matter results in the spectroscopy techniques. അല്ലേ, spectroscopic technique എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയുന്നത് സ്റ്റഡി ഓഫ് ഇന്ററാക്ഷൻസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ എന്നാണ്. We have learned about what is electromagnetic radiation, what are the characteristics of electromagnetic radiations, അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. Then moving on to the interaction of electromagnetic radiation with the matter. ഒരു മോളിക്യൂൾ ഉണ്ട്, ഏതെങ്കിലും ഒരു മോളിക്യൂൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. Then we have to study the interaction of electromagnetic radiation with the matter. Okay, ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇങ്ങനെ ഈ ഒരു മോളിക്യൂളിനെ കവർ ചെയ്ത് പോകാണ്. When a sample is irradiated or the interaction of radiation with the molecule of the system occur ചെയ്യുന്ന സമയത്ത് we know that electromagnetic radiation electric and magnetic field component ഉണ്ട്. രണ്ട് കോമ്പണൻസ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് which is perpendicular to each other. ഒരു മോളിക്യൂളുമായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണന്റ് ആയിട്ടോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണന്റ് ആയിട്ടോ ഇന്ററാക്ഷൻ നടക്കാം. We know that an electromagnetic radiation have electric field component and magnetic field component. When it is interacted with a molecule, electromagnetic radiation ഒരു മോളിക്യൂളുമായിട്ട് interact ചെയ്യുന്ന സമയത്ത് the interaction may occur in either electric field component or magnetic field component. അതായത് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണന്റിൽ ഇന്ററാക്ഷൻ നടക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണന്റിൽ ഇന്ററാക്ഷൻ നടക്കാം. ഇങ്ങനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ ദിസ് മോളിക്യൂൾസ് absorbs an energy from electromagnetic radiation. ഈ മോളിക്യൂള് കടന്നു വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് ഒരു എനർജി അബ്സോർബ് ചെയ്യും. ആ എനർജി എന്ന് പറയുന്നത് എപ്പോഴും E is equal to hν ആയിരിക്കും. അതിനെയാണ് നമ്മൾ ബോർ കണ്ടീഷൻ എന്ന് പറയുന്നത്. The energy absorbed by a molecule from electromagnetic radiation is always E is equal to hν ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. ഓക്കെ, ഈ ഒരു അബ്സോർപ്ഷൻ നടന്നു കഴിഞ്ഞാൽ മോളിക്യൂള് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് ഒരു എനർജി അബ്സോർബ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മോളിക്യൂൾ കഴിഞ്ഞിട്ട് ഈ ഒരു സാമ്പിൾ കഴിഞ്ഞ് പുറത്തോട്ട് വരുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോവർ ദാൻ ദാറ്റ് ഓഫ് the incident radiation. Incident radiation കഴിഞ്ഞും കുറവായിരിക്കും, because the molecules absorbs a particular energy from the incident electromagnetic radiation. Incident electromagnetic radiation നിന്ന് മോളിക്യൂള് ഒരു particular amount of energy absorb ചെയ്തു. അതുകൊണ്ട് മോളിക്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന radiation will be having a lower frequency than that of incident radiation. ഓക്കെ, ഇങ്ങനെയൊരു അബ്സോർപ്ഷൻ ഒരു മോളിക്യൂളിൽ നടക്കുന്ന സമയത്ത് we know that there are electronic energy levels അല്ലേ. അപ്പം E1 എന്ന് പറയുന്ന ഇലക്ട്രോണിക് എനർജി ലെവലിലുള്ള മോളിക്യൂൾ ക്യാൻ undergo transition to E2 level of the E2 electronic energy level. അതായത് നോർമലി ഇരിക്കുന്ന സമയത്ത് E1 എന്ന് പറയുന്ന ഇലക്ട്രോണിക് എനർജി ലെവലിൽ ഇരുന്ന മോളിക്യൂള് ഈ ഒരു അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഈ മോളിക്യൂളിന്റെ കാര്യമാണ് പറയുന്നത്, ഈ ഒരു സാമ്പിളിന്റെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു അബ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്ന് സാമ്പിളിൽ ഇൻസിഡന്റ് ചെയ്തു, ഇന്ററാക്ട് ചെയ്തു. ആ സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ എനർജി സാമ്പിൾ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് E1 ഇലക്ട്രോണിക് എനർജി ലെവലിൽ ഇരിക്കുന്ന ഈ മോളിക്യൂൾസ് ക്യാൻ undergo transition to the E2 electronic energy level. Okay, that energy E2 minus E1 transition energy എന്ന് പറയുന്നത് always equal to hν, which is the
ബോർ കണ്ടീഷൻ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, എ മോളിക്യൂൾ ക്യാൻ അബ്സോർബ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി. A molecule can absorb a particular frequency only if there exists with the molecule of an energy transition magnitude delta E is equal to h nu. Delta E is equal to h nu എന്ന് പറയുന്ന ആ ഒരു എനർജി ട്രാൻസിഷൻ നടക്കാൻ വേണ്ടി മാത്രമേ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്യുള്ളൂ. ഇങ്ങനെ അബ്സോർപ്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ കൂടി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വന്നു, അത് സാമ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്തു, സാമ്പിൾ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് എനർജി അബ്സോർബ് ചെയ്തു, എന്നിട്ട് ബാക്കിയുള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പോയി അതിന്റെ ഫ്രീക്വൻസി ലോവർ ആയിരിക്കും. ഇവിടെ നമ്മളൊരു ഡിവൈസ് വെക്കുവാണ്, സ്പെക്ട്രോമീറ്റർ. സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് വെച്ച് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഇവാലുവേറ്റ് ചെയ്യാണ്. അതൊരു സ്പെക്ട്രം ആയിട്ട് കിട്ടും. അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇവിടെ അബ്സോർപ്ഷൻ നടന്നിട്ടുള്ളത് കൊണ്ട് ഓക്കെ, അതിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിന്റെ കാര്യമാണ്. there is an emission spectrum. ഒരു എമിഷൻ സ്പെക്ട്രം ഉണ്ട്, അതായത് അതിന്റെ കേസാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. E2 ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ഒരു മോളിക്യൂള് അവിടുന്ന് ഒരു E2വിൽ നിന്ന് E1ിലോട്ട് ഒരു മോളിക്യൂള് ട്രാൻസിഷൻ നടക്കണമെങ്കിൽ E2 ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ, രണ്ടിൽ നിന്നും ഒന്നിലേക്ക് പോകുമ്പോൾ ഒരു എനർജി, ഞാനിപ്പോൾ വെറുതെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ്, ഒരു എനർജി അവിടെ അധികമായിട്ട് വരികയാണ്. ദാറ്റ് ഈസ് എനർജി എമിറ്റഡ് ഫ്രം ദ മോളിക്യൂൾ. എനർജി പുറത്തോട്ട് എമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഒരു മോളിക്യൂള് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനുമായിട്ട് ഇന്ററാക്ഷൻ നടക്കുന്ന സമയത്ത് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ മോളിക്യൂളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ എനർജി എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് കറസ്പോണ്ടിങ് റേഡിയേഷൻ എമിറ്റഡ് ഫ്രം ദ മോളിക്യൂൾ എന്തായിരിക്കും? ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻസിഡന്റ് ഫ്രീക്വൻസി. അപ്പം ആ ഒരു റേഡിയേഷനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിനെയാണ് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. എമിഷൻ സ്പെക്ട്രം അതെന്ന് പറയുന്നത് ഹയർ എനർജി ടു ലോവർ എനർജി ഇലക്ട്രോണിക് മോളിക്യൂൾ ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. അറ്റ് ദാറ്റ് ടൈം എമിഷൻ സ്പെക്ട്രം ഈസ് ഒബ്സർവ്ഡ്. ഓക്കെ, ഇനി അതെങ്ങനെയാണ് ആ എമിഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒരു ഗ്രാഫ് ആയിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന ടേംസ് ഇതൊക്കെയാണ്. എ എന്ന് പറയുന്നത് ലോഗ് I0 by Ix എന്നാണ് പറയുന്നത്. A is equal to log I0 by Ix. I0 എന്ന് പറയുന്നത് ഇൻസിഡന്റ് റേഡിയേഷന്റെ ഇന്റൻസിറ്റി ആണ്. ഓക്കെ, ഇൻസിഡന്റ് റേഡിയേഷന്റെ വന്ന് ഒരു മോളിക്യൂളിലോട്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഇന്ററാക്ട് ചെയ്യുന്ന റേഡിയേഷന്റെ ഇന്റൻസിറ്റി ആണ്. Ix എന്ന് പറയുന്നത് എമർജന്റ് ഇന്റൻസിറ്റി ആണ്. എമർജന്റ് ഇന്റൻസിറ്റി ആണ്, മോളിക്യൂളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇന്റൻസിറ്റി ആണ് Ix എന്ന് പറയുന്നത്. ഈ A against ലാംഡ വേവ് ലെങ്ത് ആണ് വരയ്ക്കുന്നത്. If absorbance against the wave, A is equal to absorbance ആണ്. Absorbance against wavelength വരയ്ക്കുമ്പോൾ ഈ ഒരു പ്ലോട്ട് ഏകദേശം ഈ ഒരു ലെവലിലുള്ള പ്ലോട്ട് ആയിരിക്കും കിട്ടുന്നത്. ആൻഡ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് അഗെയിൻസ്റ്റ് വേവ് നമ്പർ ന്യൂ ബാർ. അതൊക്കെ നമുക്ക് ഫെമിലിയർ ആണല്ലേ, വേവ് നമ്പർ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് നമുക്ക് ഫെമിലിയർ അല്ല. That is transmittance is equal to Ix by I0. അതായത് എമർജന്റ് ഇന്റൻസിറ്റി ഡിവൈഡഡ് ബൈ ഇൻസിഡന്റ് ഇന്റൻസിറ്റി ആണ് ട്രാൻസ്മിറ്റൻസ്. പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് ട്രാൻസ്മിറ്റൻസ് അഗെയിൻസ്റ്റ് വേവ് നമ്പർ വരയ്ക്കുമ്പോൾ ഒരു ഈ ടൈപ്പിലോ ഉള്ളൊരു ഗ്രാഫ് ആയിരിക്കും കിട്ടുക. ഇനി ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ഏത് ടൈപ്പ് മോളിക്യൂൾ ആണ്
അവിടെ നമ്മൾ എക്സാമിൻ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടുന്ന് ഒരു റേഡിയേഷൻ കൊടുത്ത് ഏത് ടൈപ്പ് ഓഫ് മോളിക്യൂൾ ആണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഗ്രാഫ് കറസ്പോണ്ട് ടു ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഏത് ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണ്, ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആണ് വന്നത് എന്നതിനെയും അതുപോലെ തന്നെ ഏത് മോളിക്യൂൾ സ്പീഷീസിനെയാണ് നമ്മളവിടെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് എന്നതിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ സെയിം മോണോക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റേഡിയേഷന്റെ ഫ്രീക്വൻസി എപ്പോഴും സെയിം ആയിരിക്കും. ഒരു മോണോക്രോമാറ്റിക് റേഡിയേഷൻ ആണ് ഒരു മോളിക്യൂളിലൂടെ അല്ലെങ്കിൽ ഒരു സാമ്പിളിലൂടെ കടത്തിവിടുന്നതെങ്കിൽ നമുക്ക് ആ സാമ്പിളിന്റെ പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് ഈ ഒരു സ്പെക്ട്രം വെച്ച് എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ബിക്കോസ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ ഒരു സ്പെക്ട്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സാമ്പിളിന്റെ പ്രോപ്പർട്ടീസിലാണ്. Therefore, we can evaluate the properties of sample using spectroscopy. This technique is commonly known as spectroscopic techniques.